സ്റ്റോപ്പ് ബ്രാഗിങ്. തള്ളല്ല സാർ. ഓക്കെ, പറഞ്ഞ സ്റ്റോപ്പ് ബ്രാഗിങ്. ആണോ ഇത് തള്ളല്ല എന്നുള്ളത് നമ്മൾ കോമഡി ഉപയോഗിക്കുന്നില്ല. അപ്പം ഇനി തള്ള എന്ന് പറഞ്ഞാൽ പുഷാണ്. അപ്പോൾ സ്റ്റോപ്പ് പുഷ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന പോലെ. അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യം. പറഞ്ഞാൽ ഐ എം നോട്ട് ബ്രാഗിങ്. സെന്റൻസ് ആയി പഠിക്കുക, അല്ലെങ്കിൽ ഫ്രേസ് ആയി പഠിക്കുക. വേർഡ് പഠിച്ചു വെക്കരുത്, ബ്രാഗ് എന്ന് മാത്രം പഠിച്ചു വെക്കരുത്. അപ്പോൾ സ്റ്റോപ്പ് ബ്രാഗിങ്. പറഞ്ഞാൽ ഐ എം നോട്ട് ബ്രാഗിങ്. TBR വരുന്നില്ല. ഐ എം നോട്ട് ബ്രാഗിങ്. ഞാൻ തള്ളല്ല. ഐ നീഡ് ദ ടോയ്ലറ്റ്. എനിക്ക് ബാത്റൂമിൽ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയും പറയാം, കോൾ ഓഫ് നേച്ചർ. പറഞ്ഞേ കോൾ ഓഫ് നേച്ചർ. പ്രകൃതി മാടി വിളിക്കുന്നു. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. പണ്ട് കാലത്ത് പ്രകൃതി അല്ലെന്ന് ആശ്രയം. ഓക്കെ, ശ്രദ്ധിക്കുന്ന കാര്യം ഇതൊക്കെ അറിയുന്ന നേരത്ത് ഉപയോഗിച്ചൊരു കാര്യമുള്ളൂ. കോൾ ഓഫ് നേച്ചർ. നീഡ് ദ ടോയ്ലറ്റ് എന്ന് ഏത് നിഷാദാമതിന് മനസ്സിലാവും, ഏത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ എന്തില്ല, കോൾ ഓഫ് നേച്ചർ എന്നുള്ളത് പക്ഷെ ഇത് കോമഡി ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. It's not my cup of tea. It's not my cup of tea. Would you like to be a teacher? Oh, sir, teaching is not my cup of tea. അത് എനിക്ക് പറ്റിയ പരിപാടിയല്ല. അപ്പോൾ എനിക്ക് പറ്റിയ പരിപാടിയില്ല എന്ന് പറയുമ്പോൾ it's not my cup of tea. പറഞ്ഞേ, which means you don't like it. First one, stop bragging. I need the toilet. Call of nature. Call of nature. It's not my cup of tea. It is not my cup of tea. Need a hand? Need a hand? Need a hand? Need a hand. Need a hand? എന്താ need a hand എന്ന് പറഞ്ഞാൽ? ആ വൃത്തിയുടെ കൈ വരുമെന്നല്ല ചോദിക്കുന്നത്, സഹായിക്കണമെന്ന്. So do you want any help? ഇതിന് പകരം excuse me, do you need a hand? ചോദിച്ചേ, excuse me, need a hand? Oh, no, it's okay. ഇത് മലയാളത്തിൽ പറയുന്നതാണ്. എക്സ്ക്യൂസ് മീ, ഒരു കൈ ഒന്ന് കൈ വെക്കാവോന്ന്, ഏതോ ഒരു കൈ തരാമോ, ഒരു കൈ തന്നെ സഹായിക്കുന്നു പറയാറില്ലേ? മലയാളത്തിൽ എല്ലാതും പല സാധനങ്ങളും എന്തുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. അപ്പം നീഡ് ഹാൻഡ് എന്ന് വെച്ചാൽ മനസ്സിലാവും. എക്സ്ക്യൂസ് മീ, നീഡ് ഹാൻഡ് എന്ന് വെച്ചാൽ മനസ്സിലാവും. പിന്നെ എല്ലാം സാഹചര്യത്തിന് സന്ദർഭം പോലെ മനസ്സിലാക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് മീ അല്ലേ? സാഹചര്യം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എങ്ങനെ വിളിച്ചത് എക്സ്ക്യൂസ് മീ, കോൾ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. മനസ്സിലായോ? ഓക്കെ, പറഞ്ഞ പി പി പൂ. പി പൂ. ഒന്നിന് പി എന്ന് പറയാ, PW. പി എന്ന് പറയാ, PWE. അതാണ് പി. രണ്ടിനെന്ത് പറയും? പൂ. ഇനിയിപ്പോൾ അത് എങ്ങനെ പറയുന്ന ആലോചിക്കണ്ട. എന്ത് എളുപ്പമുണ്ട്, പറഞ്ഞ പി പൂ. അപ്പൊ ഞാൻ മോനെ പഠിപ്പിക്കാറുണ്ട്. മോനോട് പറയും ആദ്യം യു വാണ്ട് ടു പി ഓർ പൂ. അപ്പോൾ ആദ്യം പി. ആദ്യം അപ്പിടാണ്ടെന്ന് അങ്ങനെ പഠിപ്പിക്കാറ്. ആദ്യം അപ്പിട. അപ്പോൾ ഞാൻ ഇപ്പം പി പൂ. അപ്പോൾ പി ഇപ്പോൾ മനസ്സിലാവും.